ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നൊരു ട്രിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൈസൂരോട്ടാണ് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. മെയ് 23-ന് 24-നാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പോയിട്ട് ഏകദേശം ഒരു 1 month ആവാറായി കേട്ടോ. രാവിലെ 5 മണിക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നേരെ രാജേഷിന്റെ വീട്ടിൽ പോയി അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കൂട്ടുവഴിയിൽ വെച്ചാണ് എല്ലാവരും കണ്ടുമുട്ടിയത്. അപ്പൊ നേരെ കൂർഗിലെ ഒരു റെസ്റ്റോറന്റ് ആണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മസാല ദോശയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. പിന്നെ അവിടെ വെച്ച് കുറെ ഫോട്ടോസ് എടുത്തു. പിന്നെ റിസോർട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്ക് തിരിച്ചു കണ്ടും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ചോളം, കാബേജ്, അങ്ങനെ കുറെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറെ പറങ്കിപ്പൊടിയും ഒക്കെ ഇങ്ങനെ നിരക്കനെ ഉണ്ടായിരുന്നു കേട്ടോ പീടികകള്. 6 ഫാമിലീസ് ആയിരുന്നു ഈ ട്രിപ്പിന് ഉണ്ടായിരുന്നത്. ഒരു ഫാമിലിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. ഒരു കൊല്ലം മുമ്പേ അവർ വയനാട് പോയപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി കേട്ടോ. ബ്ലൂ ലഗൂൺ എന്നാണ് റിസോർട്ടിന്റെ പേര്. എല്ലാവരുടെയും കയ്യിൽ ഓരോ ബാനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുറ്റിൽ അഡ്മിറ്റ് ആയ കെട്ടുന്ന മാതിരി. അപ്പൊ എല്ലാരും അവരവരുടെ റൂമിലേക്ക് പോയി. ഇപ്പൊ ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ റൂമില്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ തന്നെ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു കേട്ടോ. ഉച്ചയായപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ബിനീഷങ്കളും ഫാമിലി നമ്മൾ എത്തിയതിനു ശേഷമാണ് എത്തിയത്. അവർ കോഴിക്കോട് നിന്നാണ് കേട്ടോ പറഞ്ഞത്. ഉച്ചക്ക് ബഫേ ആയിരുന്നു, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി. കുറെ അച്ഛന്റെ കൂടെ പോലീസ് ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്ന കുറച്ച് അങ്കിൾമാർ ചേർന്നിട്ടുള്ള ഗ്രൂപ്പാണ് ഇത്. റോയൽ ഡെസ്റ്റിനേഷൻസ് ആണ് കേട്ടോ ഗ്രൂപ്പിന്റെ പേര്. നമ്മൾ 7 ടീംസ് ആണ് ഉള്ളത്. അവിടുന്ന് കുറെ കിട്ടുന്ന ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വൈബായതുകൊണ്ട് തന്നെ ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ കളിക്കാൻ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 5 മണി തൊട്ട് റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ മൊത്തം കന്നഡക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ കളിക്കാനൊന്നും പോയില്ല കേട്ടോ. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടായി കേൾക്കുന്ന പാട്ട് റെയിൻ ഡാൻസിൻ്റെ ആയിരുന്നു. പിന്നെ അവിടെ സിബ്ലൈനും സ്കൈ സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അതിൽ കയറിയിട്ടോ. പിന്നെ എല്ലാവരും ചായ കുടിക്കാനായിട്ട് പോയി. എന്തോ ഒരു കടിയും പിന്നെ റസ്കും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അങ്കിൾമാരൊക്കെ ക്രിക്കറ്റ് കളിക്കാനായി പോയി. അപ്പം അതിൽ മുഴുവൻ സ്വിമ്മിംഗ് പൂളിൽ കർണാടകക്കാരുടെ മേളായതുകൊണ്ട് തന്നെ ഇവരൊക്കെ സന്ധ്യ കാണിക്കുന്നത്. അപ്പോൾ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മൾ റൂം പോയി ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. പിന്നാണെങ്കിൽ ഇവിടെ ടി വിയിൽ ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് റൂമിലെത്തിയത്. അപ്പോൾ മൈസൂറിൻ്റെ ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നേ. ഹലോ ഗൈസ്, അപ്പോൾ ട്രിപ്പിൻ്റെ സെക്കൻഡ് നമ്മൾ രാവിലെ തന്നെ പെട്ടിയും പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുവാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് എല്ലാവരും ഒന്ന് കാണുക, എൻജോയ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. അതുകൊണ്ട് അധികം സ്ഥലത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ട് റിസോർട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. മെയിനായിട്ടും വടയും ബ്രെഡും ജാമും മുട്ടയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളിതൊക്കെ കഴിച്ച് എഴുന്നേൽക്കുമ്പോഴായിരുന്നു ഇഡ്ഡലി സാമ്പാറൊക്കെ വന്നത്. പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കല. പിന്നെ റിസോർട്ടിന് ടാറ്റയും പറഞ്ഞിറങ്ങി സൂലോട്ട് വലിച്ചു പിടിച്ചു. സൂരാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. അവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വെച്ച് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു കേട്ടോ. സൂവിൽ കാണാൻ കുറേ ഉണ്ടെങ്കിലും അധികം വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോസിൽ അങ്ങനെ കാണുന്നുണ്ടോന്നറിയില്ല. അവിടെ സിനിമ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കൂടുതലും പല ടൈപ്പ് മാനുകളായിരുന്നു. വഴി മനസ്സിലാവാനായിട്ട് ഇവിടെ റൂട്ട് മാപ്പും ഉണ്ടായിരുന്നേ. കുറേ നടന്ന് കാണാനായിട്ടുണ്ട്. കൂടാതെ ഇവിടെ വണ്ടി ഉണ്ട് കേട്ടോ. അതിന് എക്സ്ട്രാ പൈസ ഉണ്ടാവും. നമ്മൾ പിന്നെ നടന്ന് വിസ്തരിച്ചങ്ങ് കണ്ടു. മിന്നു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിന്നുവിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സൂയിൽ വെച്ച് എല്ലാവരും പല വഴിക്ക് പോയി. 12:30 ആകുമ്പോഴേക്കും എല്ലാവരും എക്സിറ്റിന്റെ അടുത്ത് എത്തണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളാണ് കേട്ടോ ആദ്യം എത്തിയത്. കുറേ നടക്കാനുണ്ടായതുകൊണ്ട് തന്നെ കാണാൻ പോകുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് തിരിച്ചു വന്നപ്പോഴേക്കും ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ക്ഷീണം പിടിച്ചൊരു വകയായി. ഇവിടെ ഇപ്പോൾ ഒരു ഫോട്ടോസ് മെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ 5 വണ്ടി നിരക്കനാണ് പോയത്. തിരിച്ചു വരുമ്പോൾ വഴിക്ക് നിറയെ മെയ്ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ തെരഞ്ഞിട്ടാണ് നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചത്. അവിടുന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങി. പിന്നീട് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോസും എടുത്തു കേട്ടോ.
കർണാടകയിലെ ഹോട്ടൽസിനൊക്കെ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും നോക്കി കയറും. നമ്മൾ കയറിയ ഹോട്ടലിൽ നാരങ്ങ വെള്ളത്തിന് 100 രൂപയായിരുന്നു കേട്ടോ. നാട്ടിലൊക്കെ 15 രൂപയേ ഉള്ളൂ. നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാണ് റേറ്റ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ദഹിക്കാൻ കുറേ സമയമെടുത്തു. തിരിച്ചു വരുമ്പം കുറേ കിലോമീറ്ററോളം കാടായിരുന്നേ. ഇവിടെ ആനയും ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കുറേ മാനിനെയും പന്നിയെയും പിന്നെ കുരങ്ങന്മാരെയും ഒക്കെ കണ്ടിരുന്നു കേട്ടോ. വയനാട് വഴിയാണ് കേട്ടോ നമ്മൾ വന്നതപ്പോൾ. അതുകൊണ്ട് തന്നെ വയനാടൻ ചായപ്പൊടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് എല്ലാവരും ചായ കുടിച്ച് അങ്ങ് പിരിഞ്ഞു. പിന്നെ നമ്മളും അജയ് ശങ്കർ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിക്കുന്ന ഫുഡും കഴിച്ച് അവരെ വീട്ടിലോട്ട് ഇറക്കി. എല്ലാവരും വീട്ടിലെത്തിയെങ്കിലും നമുക്കാണെങ്കിൽ ദൂരം കൂടുതൽ. നമ്മൾ എത്താനായിട്ട് ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൈസൂർ ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ബൈ.